അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, വീറ്റ് ഉത്തപ്പം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ആദ്യം തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ്, അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1/2 മുതൽ 1/4 കപ്പ്, നേരെ തിരിച്ചായിരുന്നു പറയേണ്ടത്, 1/4 മുതൽ 1/2 കപ്പ് വരെ നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായി ദോശ ബാറ്റർ കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ചേച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം, ഓവറായി പോകാൻ പാടില്ല. ദോശ ബാറ്റർ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ പറ്റിയൊരു റെസിപ്പിയാണ്. ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇനി ഇതൊരു 15 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ മേലെ ടോപ്പിങ്സിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, ഇത്രയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഓണിയൻ ആൻഡ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പൊടി മുളക് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ടോപ്പിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉത്തപ്പമാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നോർമലി ഉത്തപ്പം എങ്ങനെയാണോ വീത്തി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്കും നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് അധികം വണ്ണമില്ലാതെ എന്നാൽ അധികം നേരിയതും അല്ലാത്ത രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മേലെ ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാം. ഈ ടോപ്പിങ്സ് ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് അകത്തേക്ക് ആക്കി കൊടുക്കണം. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു സൈഡ് 2 മിനിറ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ താഴെ ഭാഗം ഫുള്ള് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് മുകൾ ഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇത് അടച്ച് വെച്ച് ഇനി 1 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഉത്തപ്പം റെഡി ആയിട്ടുണ്ടാവും. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഉത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ഒരു കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ വീറ്റ് ആയത് കാരണം. അല്ലാണ്ട് ബാക്കിയെല്ലാം നമ്മുടെ അരി കൊണ്ടുണ്ടാക്കുന്ന ഉത്തപ്പം പോലെ തന്നെയുണ്ട്. ഇത് നിങ്ങൾക്ക് വീറ്റ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മൈദ കൊണ്ടുവച്ചും ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി ഹെൽത്തിയർ ഓപ്ഷൻ വീറ്റാണെന്ന് മാത്രം. നമുക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെയോ ചട്നിയുടെ കൂടെയോ ഇത് കഴിക്കാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തണം. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.